ഞാൻ ചെയ്യാത്ത കാര്യമൊന്നുമില്ല, എന്നിട്ട് ഞാൻ രക്ഷപ്പെടുന്നില്ല. നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ? എന്നാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ജീവിത സാഹചര്യം വരുന്നതിന് പുറകിൽ പ്രധാനമായും 4 സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട്. സൈക്കോളജിക്കൽ എന്നതിനേക്കാൾ ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട് 4 കാരണങ്ങളുണ്ട്. നമ്മൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, നമ്മളുടെ സ്കില്ലിനോ നോളജിനോ അർഹതയുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടാതാകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 കാരണങ്ങളാണ്. ഈ 4 കാരണങ്ങളെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്നറിയേണ്ടതില്ലേ? അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പണത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും ശരിയായി അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രധാനമായും 4 കാരണങ്ങളാണ് നമ്മളെ കൂടുതൽ പണം ഉണ്ടാക്കുന്നതിൽ നിന്ന് നമ്മുടെ തലച്ചോർ നമ്മളെ തന്നെ തടസ്സപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാരണം നമ്മളുടെ ന്യൂറൽ കണക്ഷൻസ്, ന്യൂറൽ പാത്വേസ് അത് കൂടുതൽ പണം ഉണ്ടാക്കുന്നതിനെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പണ്ട് കാലത്ത് നമുക്ക് വല്ല നഷ്ടമോ അല്ലെങ്കിൽ വേറുള്ള ഉണ്ടായിരുന്ന ആൾക്കാരുടെ നഷ്ടങ്ങളുടെ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാകും. ഈ ഭയം നമ്മുടെ ന്യൂറോൺസ് ഓരോ സമയവും ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആകും. അങ്ങനെ ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ കൂടുതൽ പണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഭയന്ന് നമ്മൾ മാറി നിൽക്കും. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കണക്ഷൻസ് ഉണ്ട്, ഒരു മേഖലയുണ്ട്. ഈ മേഖലയിലേക്ക് നല്ല ഒരു അവസരം വരുമ്പോഴേ നമ്മുടെ റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അതിനെ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തടസ്സപ്പെടുത്തി കളയും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു വലിയ ഓർഡർ വരുവാണെന്ന് വിചാരിച്ചോളൂ. നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നും അത് കഴിയില്ല എന്നും നമ്മൾ പുതിയ ഒരു മേഖലയിലേക്ക് തിരഞ്ഞെടുക്കേണ്ടതില്ല എന്നും നമ്മുടെ തലച്ചോർ നമുക്ക് ഫിൽട്ടർ തരും. ഇങ്ങനെ ഫിൽട്ടർ തന്ന് നമ്മുടെ റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ആയി നമ്മൾ ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കും. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ നമ്മളെ ഒരു ലൂപ്പിൽ പെടുത്തിയിട്ടുണ്ട്. അതായത് കൂടുതൽ മികച്ച നേട്ടങ്ങളിലേക്ക് വളരാതെ നമ്മുടെ സ്കാർസിറ്റി മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇനഫ് എന്നുള്ള മൈൻഡ് സെറ്റിൽ, ട്രാപ്പിൽ നമ്മുടെ ഹാബിറ്റ്സിനെ ചക്രം കറക്കിക്കൊണ്ടിരിക്കും. ഈ ചക്രം കറക്കൽ നമ്മളൊരു അഡിക്ഷനായി മാറിയിട്ടുണ്ടാവും. പണം ഉണ്ടാകണമെങ്കിൽ കഷ്ടപ്പെട്ടാലേ സാധിക്കൂ എന്ന രീതിയിലുള്ള ഒരു ബിലീഫ് സിസ്റ്റം നമുക്കുണ്ടാകും. ഈ ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് കഠിനമായി അധ്വാനിക്കുക എന്നതിൽ മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. കൂടുതൽ പണം ഉണ്ടാകുന്ന, സമ്പത്തുണ്ടാകുന്ന സാധ്യതകളെയോ മേഖലയോ നമ്മൾ എന്ത് ചെയ്യും? മാറി നിന്ന് അതിനകത്ത് നിന്ന് അകന്നു നിൽക്കും. ഇത് ഒരു തരം സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളുമായിട്ടുള്ള അഡിക്ഷനാണ്. മദ്യപാനം പോലെ, ലഹരിയുടെ മറ്റു പദാർത്ഥങ്ങളുടെ ഉപയോഗം പോലെ ഇത്തരം അഡിക്ഷൻസും നമ്മളെ സമ്പത്ത് ഉത്പാദിപ്പിക്കുന്നതിൽ നിന്നും കൂടുതൽ സമ്പന്നമായ ജീവിതം നയിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇനി നാലാമത്തതും അവസാനത്തതുമായ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ സെൽഫ് ഐഡന്റിറ്റി അല്ലെങ്കിൽ മണി ഐഡന്റിറ്റി എന്ന് പറയുന്നതിനകത്തെ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്.